SVTVയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കേൾവിക്കാർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയുടെ നിഗൂഢതകളിലേക്കും ഒരു യഥാർത്ഥ നായാട്ടുകാരൻ്റെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്കും നമുക്കൊരിക്കൽ കൂടി യാത്ര ചെയ്യാം. എൻ്റെ പേര് ആർത്തർ. ജിം കോർബറ്റിൻ്റെയും കെൻഡത്ത് ആൻഡേഴ്സിൻ്റെയും ഒക്കെ കാലത്ത് ഇന്ത്യയിലെ കൊടുങ്കാടുകളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ദൗത്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു വേട്ടക്കാരൻ. എൻ്റെ തോക്കിൽ നിന്നും വെടിയേറ്റ് വീണ മൃഗങ്ങളുടെ എണ്ണം പറഞ്ഞ് അഹങ്കരിക്കുന്ന പ്രകൃതക്കാരനല്ല ഞാൻ. കാടിനെ അതിൻ്റേതായ രീതിയിൽ ബഹുമാനിക്കുന്ന, പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ അപകടത്തിലാകുന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം തോക്കെടുക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ വേട്ടക്കാർക്ക് പരിചിതമായ പച്ചപ്പ് നിറഞ്ഞ കാടുകളിൽ നടന്ന ഒരു കഥയല്ല, മറിച്ച് സൂര്യപ്രകാശം പോലും എത്താത്ത, ശ്വാസം മുട്ടിക്കുന്ന കൽക്കരി ഖനികളുടെ കൂരിരുട്ടിൽ ഞാൻ നേരിട്ട വലിയൊരു മരണഭയത്തിൻ്റെ കഥയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്ന ദിവസങ്ങൾ 1940കളുടെ മധ്യകാലം. ലോകം വലിയ യുദ്ധങ്ങളുടെ പിടിയിലമർന്നിരുന്ന സമയം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വ്യവസായങ്ങൾക്കും തീവണ്ടികൾക്കും ആവശ്യമായ കൽക്കരി ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നത് ബീഹാർ, ജാർഖണ്ഡ് അതിർത്തിയിലുള്ള വലിയ ഖനികളിൽ നിന്നായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ കാടുകളെ പൂർണ്ണമായും വെട്ടിനശിപ്പിച്ച് ഭൂമിക്കടിയിലേക്ക് വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ച് കൽക്കരി എടുക്കുന്ന ഒരു വലിയ പ്രദേശം. അവിടുത്തെ പ്രധാനിയായ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനിൽ നിന്നുമാണ് എനിക്ക് ആ അടിയന്തര സന്ദേശം വരുന്നത്. ബീഹാറിലെ ധൻബാദ് എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു വലിയ കൽക്കരി ഖനിയിൽ പണി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. തൊഴിലാളികൾ ആരും തന്നെ ജോലിക്കിറങ്ങാൻ തയ്യാറാകുന്നില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, മനുഷ്യൻ്റെ ചോര രുചിച്ച അതിഭയങ്കരനായ ഒരു നരഭോജി കടുവ ആ ഖനിപ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. സാധാരണയായി കടുവകൾ മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് വലിയ ശബ്ദവും വെളിച്ചവുമുള്ള ഖനിപ്രദേശങ്ങളിൽ നിന്നും വളരെ അകലെ കാടിൻ്റെ ഉള്ളിലാണ് കഴിയാറുള്ളത്. എന്നാൽ ഈ നരഭോജിയുടെ രീതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവൻ ഇരയെ തേടിയിരുന്നത് കാട്ടിലായിരുന്നില്ല, പകരം ഭൂമിക്കടിയിലേക്ക് പോകുന്ന വലിയ ഉപേക്ഷിക്കപ്പെട്ട കൽക്കരി ഖനികളുടെ ഇരുണ്ട ഗുഹകളാണ് അവൻ തൻ്റെ ഒളിത്താവളമായി മാറ്റിയത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 ഖനിത്തൊഴിലാളികളെയാണ് ആ ഭീകരൻ കൊന്നൊടുക്കിയത്. അവർ 3 പേരും കൊല്ലപ്പെട്ടത് പട്ടാപ്പകലോ കാട്ടിൽ വെച്ചോ ആയിരുന്നില്ല. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് ഖനിക്ക് പുറത്തേക്ക് വരുന്ന തൊഴിലാളികളെ വലിയ കരിങ്കൽ കൂനകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുക, എന്നിട്ട് അവരുടെ ശരീരവും കടിച്ചു വലിച്ച് ആരും കടക്കാൻ ഭയക്കുന്ന ആ പഴയ ഇരുണ്ട തുരങ്കങ്ങളിലേക്ക് മറയുക. ഇതായിരുന്നു അവൻ്റെ രീതി. സന്ദേശം കിട്ടിയ ഉടൻ തന്നെ ഞാൻ എൻ്റെ റൈഫിളും അത്യാവശ്യം സാധനങ്ങളുമായി ധൻബാദിലേക്ക് തീവണ്ടി കയറി. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ആ ഖനിപ്രദേശത്തെത്തുമ്പോൾ കാഴ്ചകൾ വളരെ ഭയാനകമായിരുന്നു. സാധാരണയായി ആകാശത്തേക്ക് പുകതുപ്പുന്ന വലിയ ചിമ്മിനികളും കൽക്കരി വണ്ടികളുടെ വലിയ ശബ്ദവും ഉണ്ടാകേണ്ട ആ സ്ഥലം ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായിരുന്നു. എങ്ങും കരിപിടിച്ച കെട്ടിടങ്ങൾ, വായുവിൽ കൽക്കരിയുടെ രൂക്ഷഗന്ധവും പൊടിയും നിറഞ്ഞു നിന്നിരുന്നു. എന്നെ കാത്ത് ആ ഖനിയുടെ ബ്രിട്ടീഷ് മാനേജർ മിസ്റ്റർ വിൽസൺ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് വലിയൊരു ഉറക്കക്ഷീണവും ഭയവും എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അയാൾ എന്നെയും കൂട്ടി തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ലയങ്ങളിലേക്ക് പോയി. എന്നെ കണ്ടതും ആ പാവപ്പെട്ട മനുഷ്യർ ഓടിക്കൂടി. അവരുടെ കണ്ണുകളിൽ വലിയൊരു നിസ്സഹായത ഉണ്ടായിരുന്നു. അവസാനം കൊല്ലപ്പെട്ട ബിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ ഭാര്യയുടെ കരച്ചിൽ ദൂരെ നിന്നും എനിക്ക് കേൾക്കാമായിരുന്നു. മിസ്റ്റർ വിൽസൺ എന്നോട് കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചു. ആർതർ, ഇതൊരു സാധാരണ കടുവയല്ല, ഇതിന് ഒരു പ്രേതത്തിൻ്റെ വേഗതയും ബുദ്ധിയുമാണ്. ഇന്നലെ വൈകുന്നേരമാണ് അവനെ അവസാനമായി കണ്ടത്. ഖനിയുടെ 4-ാം നമ്പർ തുരങ്കത്തിന് പുറത്ത് തൻ്റെ ഉപകരണങ്ങൾ വൃത്തിയാക്കുകയായിരുന്നു ബിഷ്ണു. പെട്ടെന്ന് ഒരു കാട്ടി വീശുന്നതുപോലെ അവൻ വന്നു. ആ പയ്യൻ്റെ കഴുത്തിൽ പിടിച്ച് ഒരൊറ്റ കുതിപ്പിന് ആ വലിയ കറുത്ത തുരങ്കത്തിനുള്ളിലേക്ക് അവൻ മറഞ്ഞുപോയി. ഞങ്ങൾ ടോർച്ചും തീപ്പന്തങ്ങളുമായി ചെന്നെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവകളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള എനിക്ക് ആ കാര്യങ്ങൾ വലിയൊരു അത്ഭുതമായി തോന്നി. ഒരു കടുവ ഒരിക്കലും ഇരുട്ട് നിറഞ്ഞ വായുസഞ്ചാരമില്ലാത്ത ഗുഹകളെ തൻ്റെ സ്ഥിരം താവളമാക്കാറില്ല. എന്തുകൊണ്ടോ അവൻ ഈ കാടുകളേക്കാൾ സുരക്ഷിതമായി ആ ഖനികളെ കാണുന്നു. ഞാൻ ഉടൻ തന്നെ വിഷ്ണുവിനെ ആക്രമിച്ച ആ 4-ാം നമ്പർ തുരങ്കത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ റൈഫിൾ ഉണ്ടായിരുന്നെങ്കിലും ഖനിത്തൊഴിലാളികൾ ആരും തന്നെ എൻ്റെ കൂടെ വരാൻ തയ്യാറായില്ല. വിൽസണും ഞാനും കൂടി
ആ വലിയ കരിങ്കൽ കൂണുകൾക്കിടയിലൂടെ നടന്നു. ഒരു വലിയ മലയുടെ അടിവാരത്തിൽ നരകത്തിലേക്ക് തുറന്നു വെച്ച ഒരു വാതിൽ പോലെയാണ് ആ 4-ാം നമ്പർ തുരങ്കം സ്ഥിതി ചെയ്തിരുന്നത്. അതിനുള്ളിലേക്ക് നോക്കിയാൽ കനത്ത അന്ധകാരം മാത്രം. അവിടെ നിന്നും തണുത്തതും പഴയ രക്തത്തിൻ്റെ ഗന്ധമുള്ളതുമായ ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. തുരങ്കത്തിന് പുറത്ത് വിഷ്ണുവിൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ഉപകരണങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അവിടെ മണ്ണിൽ വലിയൊരു പോരാട്ടം നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഞാൻ താഴെ മുട്ടുകുത്തിയിരുന്ന് ആ മണ്ണ് സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെ പതിഞ്ഞ കടുവയുടെ കാൽപ്പാടുകൾ എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. അതൊരു ഭീമാകാരനായ ആൺകടുവയാണ്. എന്നാൽ അതിൽ വളത്തെ മുൻകാലിൻ്റെ കാൽപ്പാടിൽ ഒരു വിരലിൻ്റെ അടയാളമില്ലായിരുന്നു. ഒരുപക്ഷെ മുൻപ് വേട്ടക്കാരുടെ കെണിയിൽപ്പെട്ടോ അല്ലെങ്കിൽ ഖനിയിലെ ഭാരമേറിയ യന്ത്രങ്ങളിൽ കുടുങ്ങിയോ അവൻ്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടിരിക്കാം. ആ വലിയ വേദനയാകാം അവനെ കാട്ടിൽ വേട്ടയാടുന്നതിൽ നിന്നും തടഞ്ഞതും എളുപ്പത്തിൽ കിട്ടുന്ന മനുഷ്യരിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതും. വിഷ്ണുവിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോയതിൻ്റെ വലിയ ചോരപ്പാടുകൾ ആ ഇരുണ്ട തുരങ്കത്തിലേക്ക് നീളുന്നുണ്ടായിരുന്നു. സാധാരണയായി ഇത്തരം നരഭോജികളെ വെടിവെക്കാൻ വേട്ടക്കാർ ഇരയുടെ ശരീരത്തിന് മുകളിൽ ഒരു മരത്തിൽ ഏറുമാടം കെട്ടി കാത്തിരിക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ആ കടുവ ഇരയെ കൊണ്ടുപോയിരിക്കുന്നത് ഭൂമിക്കടിയിലുള്ള ആ ഇരുണ്ട ലോകത്തേക്കാണ്. പുറത്തു കാത്തിരുന്നാൽ അവൻ എപ്പോഴാണ് പുറത്തു വരിക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ വലിയ ഖനിക്ക് നമ്മൾ അറിയാത്ത വേറെയും ഒരുപാട് രഹസ്യ വഴികളുണ്ടാകാം. ഈ കൊലയാളിയെ വീഴ്ത്തണമെങ്കിൽ എനിക്കൊരൊറ്റ വഴി മാത്രമേയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു വേട്ടക്കാരനും തൻ്റെ സ്വപ്നത്തിൽ പോലും ചെയ്യാൻ മടിക്കുന്ന ആ വലിയ തീരുമാനം ഞാൻ അന്നെടുത്തു. കടുവയ്ക്ക് പൂർണ്ണ ആധിപത്യമുള്ള, കണ്ണു കാണാൻ കഴിയാത്ത ആ വലിയ കൽക്കരി ഖനിക്കുള്ളിലേക്ക് ചോരപ്പാടുകൾ പിന്തുടർന്ന് എനിക്ക് ഒറ്റയ്ക്കിറങ്ങാം. എൻ്റെ ഡബിൾ ബാരൽ റൈഫിളും കയ്യിലൊരു ചെറിയ ടോർച്ചും മാത്രം വെച്ചുകൊണ്ട് ആ നരഭൂജിയെ അവൻ്റെ മടയിൽ ചെന്ന് നേരിടണം. ജീവൻ പണയം വെച്ചുള്ള ആ യാത്രയുടെ ഭയാനകമായ നിമിഷങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. വിൽസൺ എൻ്റെ തോളിൽ പിടിച്ച് അവസാനമായി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആർതർ, ഇതൊരു ആത്മഹത്യയാണ്. ആ പഴയ തുരങ്കങ്ങളുടെ മേൽക്കൂരകൾക്ക് വലിയ ഉറപ്പില്ല. വെടിയൊച്ചയുടെ വലിയ ശബ്ദമുണ്ടായാൽ ഒരുപക്ഷെ ആ കരിങ്കൽ പാളികൾ ഒന്നാകെ നിങ്ങളുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴും. നിങ്ങൾ ജീവനോടെ പുറത്തു വരില്ല. അയാളുടെ വാക്കുകളിൽ വലിയ സത്യമുണ്ടായിരുന്നു. കാട്ടിലാണെങ്കിൽ എനിക്ക് മരങ്ങൾക്ക് പിന്നിൽ ഒളിക്കാം, ഓടി മാറാം. എന്നാൽ വീതി കുറഞ്ഞ ആ ഇരുണ്ട തുരങ്കത്തിൽ ഇരയെയും കാത്തിരിക്കുന്ന ഒരു നരഭോജിക്ക് മുൻപിൽ എനിക്ക് ഓടി രക്ഷപ്പെടാൻ യാതൊരു പഴുതുകളുമില്ല. എങ്കിലും ആ ഗ്രാമത്തിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരിന് മുൻപിൽ എനിക്ക് പിന്മാറാൻ കഴിയില്ലായിരുന്നു. കയ്യിലൊരു ടോർച്ചും പിടിച്ച് വലിയ ഇരട്ടക്കുഴൽ തോക്കിൽ ലക്ഷ്യം വെക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതിനാൽ എൻ്റെ തോക്കിൻ്റെ ബാരലിനോട് ചേർത്ത് ആ വലിയ ടോർച്ച് ഞാനൊരു തുകൽവാർ ഉപയോഗിച്ച് അതിശക്തമായി കെട്ടിവെച്ചു. എൻ്റെ പോക്കറ്റുകളിൽ നിറയെ ഈയ വെടിയുണ്ടകൾ നിറച്ചു. ഞാൻ ആ വലിയ 4-ാം നമ്പർ തുരങ്കത്തിൻ്റെ കവാടത്തിലേക്ക് നടന്നു. പുറത്തു പൊടുന്ന വെയിലായിരുന്നെങ്കിലും ആ കവാടത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വലിയൊരു മരവിപ്പ് എൻ്റെ ശരീരത്തിലേക്ക് അരിച്ചുകയറി. ഒരു വലിയ ശവക്കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെയുള്ള വല്ലാത്തൊരു തോന്നൽ. തുരങ്കത്തിനുള്ളിലേക്ക് നടക്കും തോറും പുറത്തെ വെളിച്ചം പതിയെ മാഞ്ഞു തുടങ്ങി. കൽക്കരിപ്പാടികൾ നിറഞ്ഞ വലിയ ഭിത്തികൾ, മുകളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദം മാത്രം ആ വലിയ നിശബ്ദതയിൽ മുഴങ്ങിക്കെട്ടു. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം ആ കനത്ത ഇരുട്ടിൽ ഒരു ചെറിയ വരമ്പ് പോലെ മാത്രം മുന്നിലേക്ക് നീണ്ടു. വായുവിന് വല്ലാത്തൊരു ഭാരമുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ശ്വാസമെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കൽക്കരിയുടെ പൊടിയും പഴയ ചോരയുടെ രൂക്ഷഗന്ധവും ആ തുരങ്കത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. തറയിലെ കറുത്ത കൽക്കരിപ്പൊടിയിൽ വിഷ്ണുവിനെ വലിച്ചിരച്ചു കൊണ്ടുപോയതിൻ്റെ വലിയ പാടുകൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഓരോ ചൂടും ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് വെച്ചത്. എൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം പോലും ആ ഗുഹയിൽ വലിയൊരു മാറ്റുലിയായി മാറുന്നുണ്ടായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിന് വലിയൊരു ജീവനുള്ളതുപോലെ തോന്നി. ആ കനത്ത അന്ധകാരത്തിൽ എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചമെത്താത്ത ഏതെങ്കിലും ഒരു കോണിൽ അവൻ എന്നെയും കാത്ത് പതുങ്ങിയിരിപ്പുണ്ടാകും. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ഇതിലും ഭയാനകമായ മറ്റൊരവസ്ഥയില്ല. നമ്മുടെ കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാതാകുകയും ശത്രുവിന് നമ്മളെ വളരെ വ്യക്തമായി കാണാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മരണക്കെണി. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ഞാൻ ആ തുരങ്കത്തിലൂടെ ഉള്ളിലേക്ക് നടന്നു.
പെട്ടെന്ന് ആ വടി രണ്ടാകുന്നത് ഞാൻ കണ്ടു. വലിയ കൽത്തൂണുകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന വിശാലമായ ഒരു അറ. അവിടെ നിന്നും 2 ചെറിയ തുരങ്കങ്ങൾ ഇരുവശത്തേക്കുമായി പോകുന്നുണ്ട്. ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം തറയിലേക്കടിച്ച് ചോരപ്പാടുകൾ നോക്കി. വിഷ്ണുവിനെ വലിച്ചിഴച്ച പാടുകൾ പോയിരിക്കുന്നത് വലതുവശത്തെ ചെറിയ തുരങ്കത്തിലേക്കാണ്. ഞാൻ തോക്ക് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ആ വലതുവശത്തെ വടിയിലേക്ക് തിരിയാനൊരുങ്ങിയ ആ നിമിഷം എൻ്റെ സിരകളിലെ ചോര മുഴുവൻ മരവിപ്പിക്കുന്ന ആ സംഭവമുണ്ടായി. എൻ്റെ തൊട്ടു പിന്നിൽ നിന്നും ഖനിയുടെ ഇരുട്ടിൽ നിന്നും വലിയൊരു ശബ്ദം മുഴങ്ങി. അതൊരു വലിയ അലർച്ചയായിരുന്നില്ല, മറിച്ച് തൊണ്ടയിൽ നിന്നും വരുന്ന കൊടിയ ദേഷ്യം നിറഞ്ഞ വലിയൊരു മുരളൽ. ഖനിയുടെ തറയിലൂടെ ആ ശബ്ദം ഒരു വലിയ പ്രകമ്പനമായി എൻ്റെ കാൽക്കീഴിലൂടെ കടന്നുപോയി. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് എൻ്റെ തോക്കിലെ ടോർച്ച് പുറകിലേക്ക് അടിച്ചു. എന്നാൽ അവിടെ കനത്ത ഇരുട്ടും കൽക്കരി ഭിത്തികളും മാത്രമായിരുന്നു. അതായിരുന്നു ആ കൽക്കരി ഖനി ഒളിപ്പിച്ചു വെച്ച ഏറ്റവും ഭയാനകമായ സത്യം. പ്രതിധ്വനി. ആ വലിയ ഗുഹയ്ക്കുള്ളിൽ ശബ്ദം ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കുകയാണ്. കടുവ എവിടെ നിന്നാണ് മുരളുന്നതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൻ എൻ്റെ മുൻപിലാണോ അതോ എന്നെ വഴിതെറ്റിച്ച് അവൻ എൻ്റെ പുറകിലെ ഇരുട്ടിൽ വന്ന് ഒളിച്ചിരിക്കുകയാണോ? ഞാൻ ചുറ്റും ടോർച്ച് അടിച്ചു നോക്കി. എങ്ങും വലിയ നിശബ്ദത മാത്രം. എൻ്റെ ശ്വാസകോശം അതിവേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ആ കരിങ്കൽ ഭിത്തികൾ എന്നെ വരിഞ്ഞു മുറുക്കുന്നതുപോലെ എനിക്ക് തോന്നി. വിയർപ്പ് തുള്ളികൾ എൻ്റെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങി. ഞാൻ വീണ്ടും വലതുവശത്തെ തുരങ്കത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. തോക്കിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തി ഓരോ ചുവടും അളന്നുമാറ്റി ഞാൻ ഉള്ളിലേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കൽക്കരി ഭിത്തികൾ അവസാനിക്കുകയും അതൊരു വലിയ വിശാലമായ ഗുഹയായി മാറുകയും ചെയ്തു. ടോർച്ചിൻ്റെ വെളിച്ചം ഗുഹയുടെ അങ്ങേയറ്റത്തേക്ക് എത്തുന്നില്ല. പെട്ടെന്ന് എൻ്റെ വെളിച്ചം തറയിലുള്ള എന്തോ ഒന്നിൽ ചെന്ന് തടഞ്ഞു. ചോരയിൽ കുതിർന്ന വിഷ്ണുവിൻ്റെ വസ്ത്രങ്ങൾ. അതിനടുത്തായി മനുഷ്യൻ്റെ ചില അസ്ഥികളും കിടപ്പുണ്ടായിരുന്നു. ആ കാഴ്ച എന്നെ വല്ലാതെ പിടിച്ചൊടുക്കി. ആ മരഭൂജി തൻ്റെ ഇരയെ ഭക്ഷിച്ചത് ഇവിടെ വെച്ചാണ്. പെട്ടെന്ന് ആ വലിയ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും വലിയ കരിങ്കൽ ചീലുകൾ താഴേക്ക് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ടോർച്ച് പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്തി. ഗുഹയുടെ മുകൾ ഭാഗത്ത് ഒരു വലിയ കരിങ്കൽ പാളിയുടെ മുകളിലായി തീക്കനൽ പോലെ ജ്വലിക്കുന്ന 2 വലിയ കണ്ണുകൾ. എൻ്റെ വെളിച്ചം ആ മുഖത്തേക്ക് വീണതും ആ കനത്ത ഇരുട്ടിൽ അവൻ എന്നെ നോക്കി അതിഭയാനകമായി പല്ലിളിച്ചു. ആ ഗുഹയുടെ ഭിത്തികളിലൂടെ വളരെ നിശബ്ദമായി അവൻ എനിക്ക് മുകളിലെ ആ പാറപ്പുറത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ തോക്കിൻ്റെ കുഴൽ അവന് നേരെ ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുൻപ് തന്നെ 800 പൗണ്ടിലധികം ഭാരമുള്ള ആ മരണദൂതൻ തൻ്റെ വലിയ നഖങ്ങൾ പുറത്തേക്ക് നീട്ടി ആ ഇരുട്ടിൽ എനിക്ക് മുകളിലേക്ക് ഒരു വലിയ മല പോലെ ചാടി വീണു. എൻ്റെ ജീവൻ ആ നിമിഷം എൻ്റെ കൺമുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. എൻ്റെ തലയ്ക്ക് മുകളിലെ ആ വലിയ കരിങ്കൽ പാളിയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ എൻ്റെ നേർക്ക് പതിക്കുകയായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലുമുള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല. മുകളിലേക്ക് തിരിച്ചു പിടിച്ച തോക്കിൻ്റെ ബാരലിലൂടെ ലക്ഷ്യം വെക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ അവിടെ അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ശരീരത്തിലെ മുഴുവൻ ഊർജവും എടുത്ത് വലതുവശത്തെ കൽക്കരി കൂനയിലേക്ക് ഞാൻ സർവശക്തിയും എടുത്തു ചാടി. എൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചൂടുള്ള കാറ്റുരസിപ്പോയി. ഒരു വലിയ പർവ്വതം ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീഴുന്ന വലിയ ശബ്ദത്തോടെ ആ ഭീമാകാരനായ നരഭോജി ഞാൻ നിന്നിരുന്ന അതേ സ്ഥാനത്ത് കൽക്കരിപ്പൊടിയിലേക്ക് വീണു. ഗുഹ ഒന്നാകെ വലിയൊരു ഭൂകമ്പം വന്നതുപോലെ കുലുങ്ങി. തറയിലെ കൽക്കരിപ്പൊടി വലിയൊരു പുകമറ പോലെ വായുവിലേക്ക് ഉയർന്നു. എൻ്റെ വീഴ്ചയുടെ ആഘാതത്തിൽ തോക്കിൽ തുകൽവാറുകൊണ്ട് കെട്ടിവെച്ചിരുന്ന ടോർച്ച് വലിയ ശബ്ദത്തോടെ പാറയിലടിച്ചു. എൻ്റെ നെഞ്ചിരിപ്പ് നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. ആ കനത്ത ഇരുട്ടിൽ വെളിച്ചം കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവനോടെ പുറത്തു കിടക്കാൻ കഴിയില്ല. ഭാഗ്യത്തിന് ആ ടോർച്ചിൻ്റെ വെളിച്ചം അണഞ്ഞില്ല. എന്നാൽ അതിൻ്റെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു. വെളിച്ചം ചിതറിപ്പോയതുകൊണ്ട് ഗുഹയ്ക്കുള്ളിൽ വല്ലാത്തൊരു മങ്ങിയ ഭയാനകമായ അന്തരീക്ഷം രൂപപ്പെട്ടു. പൊടിപടലങ്ങൾക്കിടയിലൂടെ ഞാൻ വേഗത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ കടുവ എന്നേക്കാൾ വേഗത്തിൽ അവൻ്റേതായ ആ ഇരുണ്ട ലോകത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു കടന്ന അവൻ വീണ്ടും ആ അന്ധകാരത്തിലേക്ക് എങ്ങോട്ടോ മറഞ്ഞു.
എൻ്റെ ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവനെ കണ്ടെത്തുക അസാധ്യമായിരുന്നു. ഞാൻ തോക്കുതറയിൽ കുത്തി പതുക്കെ എഴുന്നേറ്റ് നിന്നു. ഗുഹയുടെ ഭിത്തിയോട് ചേർന്ന് ഞാൻ എൻ്റെ പിൻഭാഗം ഉറപ്പിച്ചു. കാരണം പിന്നിൽ നിന്നുള്ള ഒരു ആക്രമണം ഞാൻ ഭയന്നിരുന്നു. എൻ്റെ കാതുകളിൽ വലിയൊരു മൂളൽ ശബ്ദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ആ വലിയ ഗുഹയുടെ ഇരുട്ടിലേക്ക് ചെവികൾ കൂർപ്പിച്ചു. അവൻ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. എന്നെ വീണ്ടും ആക്രമിക്കാൻ അവൻ തയ്യാറെടുക്കുകയാണ്. ഈ ഖനിക്കുള്ളിൽ എൻ്റെ കാഴ്ചയേക്കാൾ കേൾവിയാണ് എന്നെ സഹായിക്കുക എന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ആ കനത്ത നിശബ്ദതയിൽ കൽക്കരിപ്പൊടിയിലൂടെ അവൻ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അതൊരു പ്രത്യേകതരം ശബ്ദമായിരുന്നു. പുറത്തു വെച്ച് ഞാൻ ആ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ കണ്ട ആ വലിയ സത്യം. വലത്തെ മുൻകാലിന് വിരലില്ലാത്ത ആ നരഭോജിക്ക് നടക്കുമ്പോൾ സമനില കൃത്യമായി ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ തൻ്റെ വലത്തെ കാൽ പൂർണ്ണമായും ഉയർത്താതെ കൽക്കരിപ്പൊടിയിലൂടെ ഉരസിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ നിന്നും വളരെ കൃത്യമായി ആ കാലുരയുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. ആ ശബ്ദം എന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. അവൻ എൻ്റെ മേർക്ക് നേരിട്ട് വരികയല്ല, പകരം ഗുഹയുടെ ഭിത്തികളിലൂടെ എന്നെ ചുറ്റി നടന്ന് എനിക്ക് ലക്ഷ്യം വയ്ക്കാൻ കഴിയാത്തൊരു കോണിൽ നിന്നും ചാടി വീഴാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ കയ്യിലെ ഭാരമുള്ള ഇരട്ടക്കുഴൽ തോക്ക് ഞാൻ ആ കാലുരയുന്ന ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വളരെ പതുക്കെ തിരിച്ചു പിടിച്ചു. എൻ്റെ വിരലുകൾ കാഞ്ചിയിൽ വിയർത്തുളയുന്നുണ്ടായിരുന്നു. ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അടിച്ചു. പെട്ടെന്ന് ആ കാലുരയുന്ന ശബ്ദം നിന്നു. ഗുഹയിൽ വീണ്ടും കനത്ത നിശബ്ദത. അവരെന്നെ ആക്രമിക്കാൻ കാലുകൾ മടക്കി തയ്യാറെടുക്കുകയാണെന്ന് എനിക്ക് ഉറപ്പായി. ഒരു നിമിഷം ആ അന്ധകാരത്തിൽ തീക്കനൽ പോലെ ആ വലിയ 2 കറണ്ടുകൾ എൻ്റെ നേർക്ക് തിളങ്ങി. വലിയൊരു അലർച്ചയോടെ അവൻ എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിലേക്ക് പാഞ്ഞെടുത്തു. അവൻ്റെ വായ തുറന്നിരുന്നു. വലിയ പല്ലുകൾ എൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി വരികയായിരുന്നു. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ റൈഫിളിൻ്റെ ആദ്യത്തെ കാഞ്ചി അതിശക്തമായി വലിച്ചു. ആ വലിയ ഗുഹയ്ക്കുള്ളിൽ വലിയൊരു ഇടിമുഴക്കം പോലെ തോക്കിൽ നിന്നും വെടിയുണ്ട പുറത്തേക്ക് തെറിച്ചു. ഒരു വലിയ തീപ്പൊരി ആ ഗുഹയെ പൂർണ്ണമായും പ്രകാശിപ്പിച്ചു. എന്നാൽ അതിലും ഭയാനകമായ മറ്റൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ആ അടഞ്ഞ ഗുഹയ്ക്കുള്ളിലെ വലിയ വെടിയൊച്ച കേട്ട് എൻ്റെ കാതുകളുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തലച്ചോറ് മരവിപ്പിക്കുന്ന വലിയൊരു മുഴക്കം മാത്രം. അതോടൊപ്പം തന്നെ ഖനിയുടെ മാനേജർ വിൽസൺ പറഞ്ഞ ആ വലിയ അപകടവും അവിടെ യാഥാർത്ഥ്യമായി. വെടിയൊച്ചയുടെ വലിയ പ്രകമ്പനം ആ പഴയ ഖനിയുടെ മേൽക്കൂരയെ പിടിച്ചുകുലുക്കി. വലിയ കരിങ്കൽ പാറികൾ വലിയ ശബ്ദത്തോടെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കാൻ തുടങ്ങി. കാത് തറപ്പിക്കുന്ന ശബ്ദങ്ങളും വലിയ കരിങ്കല്ലുകളും ആ ഗുഹയെ ഒരു നരകമാക്കി മാറ്റി. എൻ്റെ വെടിയുണ്ട ആ കടുവയുടെ ശരീരത്തിൽ കൊണ്ടോ അതോ ലക്ഷ്യം തെറ്റിയോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. എനിക്ക് ചുറ്റും വലിയ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുകയാണ്. മുകളിലേക്ക് നോക്കിയ ഞാൻ കണ്ടത് എൻ്റെ തലയ്ക്ക് നേരെ വീഴാൻ പോകുന്ന ഒരു വലിയ കരിങ്കൽ പാളിയാണ്. തലയ്ക്ക് മീതെ പാഞ്ഞു വരുന്ന ആ വലിയ കരിങ്കൽ പാളി. ജീവനും മരണത്തിനുമിടയിലുള്ള ആ നിമിഷത്തിൽ ഞാൻ എൻ്റെ ശരീരത്തെ പൂർണ്ണമായും ഇടത്തെ വശത്തേക്ക് അതിശക്തമായി വലിച്ചെറിഞ്ഞു. വലിയൊരു ഭൂകമ്പം പോലെ ആ കരിങ്കൽ പാളി ഞാൻ നിന്നിരുന്ന അതേ സ്ഥാനത്തേക്ക് വലിയ ശബ്ദത്തോടെ പതിച്ചു. അതിൻ്റെ ആഘാതത്തിൽ ഭൂമി 2ആയി പിളർന്നു പോകുന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ചുറ്റും വലിയ പാറക്കല്ലുകൾ മഴ പോലെ പെയ്യുകയായിരുന്നു. എൻ്റെ മുഖത്തും ശരീരത്തിലും കൂർത്ത കൽക്കരിച്ചേരുകൾ വന്ന് പതിച്ചു. ചെറിയൊരു അനക്കം പോലുമില്ലാതെ കൽക്കരിപ്പൊടിയിൽ ഞാൻ മുഖമമർത്തി കിടന്നു. എൻ്റെ കാതുകളിൽ വലിയൊരു വിസിൽ ശബ്ദം മാത്രമാണ് ഉണ്ടായിരുന്നത്. വെടിയൊച്ചയുടെ വലിയ ശബ്ദം എൻ്റെ കേൾവിശക്തിയെ താൽക്കാലികമായി ഇല്ലാതാക്കിയിരുന്നു. ശ്വാസമെടുക്കാൻ കഴിയാത്ത വിധം ഖനിയിലാകെ കട്ടിയുള്ള പൊടിപടലങ്ങൾ നിറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പാറകൾ വീഴുന്നത് നിന്നപ്പോൾ ഞാൻ വളരെ പതുക്കെ തലയുയർത്തി നോക്കി. എൻ്റെ തോക്കിൽ കെട്ടിവെച്ചിരുന്ന ടോർച്ച് ഇപ്പോഴും മങ്ങിയ വെളിച്ചം നൽകുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് ആ വലിയ നരഭോജി എവിടെയാണെന്നാണ്. ആ കനത്ത പൊടിപടലങ്ങൾക്കിടയിലൂടെ ഞാൻ ചുറ്റും ടോർച്ച് അടിച്ചു നോക്കി. അവൻ അവിടെങ്ങുമില്ല. എന്നാൽ അവൻ ചാടി വീണ ആ കൽക്കരി കൂനയിൽ വലിയൊരു ചോരപ്പാട് എനിക്ക് കാണാമായിരുന്നു. എൻ്റെ വെടിയുണ്ട പൂർണ്ണമായും ലക്ഷ്യം തെറ്റിയിരുന്നില്ല. ഇരുട്ടിലെ ആ വലിയ കുതിച്ചുചാട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് എൻ്റെ വെടിയുണ്ട അവൻ്റെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ട്. എന്നാൽ അത് അവൻ്റെ തലയിലോ ഹൃദയത്തിലോ അല്ല കൊണ്ടത് എന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഭീമൻ ശരീരം അവിടെ തന്നെ വീണുകിടന്നേനെ.
ഉന്നം തെറ്റിയ വെടിയുണ്ട അവൻ്റെ തോളിലോ വയറിലോ ആയിരിക്കാം തുളച്ചു കയറിയത്. ഒരു വേട്ടക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് മുറിവേറ്റ ഒരു നരഭോജി. സാധാരണഗതിയിൽ ഇരയെ ആക്രമിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ക്രൂരതയോടെയും ദേഷ്യത്തോടെയുമായിരിക്കും മുറിവേറ്റ കടുവ തിരിച്ചടിക്കുക. വേദന അവനെ പൂർണ്ണമായും ഒരു ഭ്രാന്തനാക്കി മാറ്റിയിട്ടുണ്ടാകും. ഞാൻ തോക്ക് കയ്യിലെടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് എൻ്റെ ഹൃദയം വീണ്ടും വലിയൊരു ഭയത്തിലേക്ക് വീണുപോയി. വലിയ കരിങ്കല്ലുകൾ ഇടിഞ്ഞു വീണ് ഞാൻ വന്ന വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. പുറത്തേക്കുള്ള എൻ്റെ ഏക വഴിയാണ് ആ പാറക്കല്ലുകൾ മൂടിയത്. ഞാൻ ആ വലിയ ഖനിക്കുള്ളിൽ പൂർണ്ണമായും ബന്ധിയാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഖനിയിൽ നിന്നും പുറത്തു കടക്കാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കേൾവിശക്തി പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ദൂരെ നിന്നും വെള്ളം വീഴുന്ന ശബ്ദങ്ങൾ ഞാൻ കേട്ടു തുടങ്ങി. ഒപ്പം എൻ്റെ തൊണ്ട വരണ്ടുടങ്ങിയിരുന്നു. മുറിവേറ്റ ആ കടുവ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. തറയിലെ കൽക്കരിപ്പൊടിയിൽ വീണുകിടക്കുന്ന പുതിയ ചോരത്തുള്ളികളിലൂടെ ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം പായിച്ചു. ആ ചോരപ്പാടുകൾ ഗുഹയുടെ ഇടതുവശത്തുള്ള വളരെ ഇടുങ്ങിയ മറ്റൊരു തുരങ്കത്തിലേക്കാണ് നീളുന്നത്. ആ തുരങ്കത്തിന് വളരെ കുറഞ്ഞ വീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്ക് കഷ്ടിച്ച് നിരങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു പഴയ കൽക്കരിപ്പാത. കടുവ ആ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. അവിടെ അവന് എന്നെ മുകളിൽ നിന്നും ആക്രമിക്കാൻ കഴിയില്ല. എന്നാൽ ആ ഇടുങ്ങിയ വഴിയിലേക്ക് ഞാനും കയറിയാൽ ഞാനും അവനും തമ്മിൽ മുഖാമുഖം ഒരു പോരാട്ടമായിരിക്കും നടക്കുക. ഒളിക്കാൻ എനിക്കോ അവനോ അവിടെ വേറെ യാതൊരു വഴിയും ഉണ്ടാക്കില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ആ ഇടുങ്ങിയ തുരങ്കത്തിലേക്ക് കാലെടുത്ത് വെച്ചു. എൻ്റെ ഡബിൾ ബാരൽ റൈഫിളിൽ ഇനി ഒരൊറ്റ തിര മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നാമത്തെ തിര ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. തോക്കിൽ പുതിയ തിര നിറയ്ക്കാൻ ഞാൻ പോക്കറ്റിലേക്ക് കൈയിട്ടെങ്കിലും എൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഇരുട്ടിൽ ആ കുഴൽ തുറന്ന് തിര മാറ്റാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ആ ഒരൊറ്റ വെടിയുണ്ടയിലാണ് ഇനി എൻ്റെ ജീവൻ ഇരിക്കുന്നത്. ഞാൻ ആ ഇടുങ്ങിയ തുരങ്കത്തിലൂടെ പതുക്കെ നിരങ്ങി മുന്നോട്ട് നീങ്ങി. കരിങ്കൽ ഭിത്തികൾ എൻ്റെ ചുമലുകളിൽ ഉരസുന്നുണ്ടായിരുന്നു. അവിടെ വായു വളരെ കുറവായിരുന്നു. വിയർപ്പും ചോരയും കലർന്ന കടുവയുടെ രൂക്ഷഗന്ധം ആ തുരങ്കത്തിൽ വലിയൊരു മനം പുരട്ടലുണ്ടാക്കി. ഞാൻ പോകുന്ന വഴിയിലുടനീളം ഭിത്തികളിൽ ചോര പുരണ്ടിട്ടുണ്ടായിരുന്നു. അവന് നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ട്. ഓരോ ഇഞ്ചും ഞാൻ വളരെ സൂക്ഷിച്ചാണ് നീങ്ങിയത്. ടോർച്ചിൻ്റെ വെളിച്ചം മുന്നിലെ കനത്ത ഇരുട്ടിലേക്ക് മാത്രം നോക്കി നിന്നു. പെട്ടെന്ന് തുരങ്കത്തിൻ്റെ ഭിത്തികളിലൂടെ വലിയൊരു കമ്പനം എൻ്റെ ശരീരത്തിലേക്ക് അരിച്ചു കയറി. ആ ഖനിയുടെ അടിത്തട്ടിൽ നിന്നും വരവരുന്നത് പോലെയുള്ള ഒരു വലിയ കുറുകൽ ശബ്ദം. അവനെൻ്റെ വളരെ അടുത്താണ്. മുറിവേറ്റ വേദനയും എന്നോടുള്ള കൊടിയ ദേഷ്യവും ആ ശബ്ദത്തിൽ വ്യക്തമായിരുന്നു. ഞാൻ അവിടെ നിശ്ചലനായി നിന്നു. എൻ്റെ തോക്ക് മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. ആ ഇടുങ്ങിയ വടിയുടെ അവസാനമായി ഒരു ചെറിയ വളവുണ്ടായിരുന്നു. ആ വളവിനപ്പിനപ്പുറത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത്. ഞാൻ വളരെ പതുക്കെ ആ വളവിനടുത്തേക്ക് നീങ്ങി. ടോർച്ചിൻ്റെ വെളിച്ചം ആ വളവിലേക്കടിച്ചതും എൻ്റെ രക്തം വീണ്ടും മരവിച്ചുപോയി. ആ വളവ് തിരിഞ്ഞുള്ള ചെറിയൊരു അറയിൽ തൻ്റെ മുറിവേറ്റ വലത്തുകാൽ മുന്നോട്ട് നീട്ടിവെച്ച് എനിക്കും നേരെ തിരിഞ്ഞ് ആ കൊലയാളി നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ ഇടത്തെ തോളിൽ നിന്നും വലിയൊരു ചോരച്ചാല് താഴേക്ക് ഒഴുകുന്നുണ്ട്. എന്നെ കണ്ടതും ആ വലിയ ഖനിയെ വിറപ്പിച്ചുകൊണ്ട് അവൻ അതിശക്തമായി അലറി. ആ ഇടുങ്ങിയ തുരന്തത്തിൽ വെച്ച് അവൻ എൻ്റെ നേർക്ക് പാഞ്ഞെടുത്താൽ എനിക്ക് ലക്ഷ്യം വെക്കാൻ ഒരുപക്ഷെ കഴിയില്ല. എന്നാൽ അവന് പുറകോട്ട് മാറാനും അവിടെ സ്ഥലമില്ലായിരുന്നു. ആ അവസാനത്തെ ഒരൊറ്റ വെടിയുണ്ട എൻ്റെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിൽ പൂർണ്ണമായും അമർന്നു. അവൻ തൻ്റെ പിൻകാലുകളിൽ ആഞ്ഞു ചവിട്ടി എൻ്റെ നേർക്ക് ആ വലിയ വായ തുറന്ന് ചാടാൻ തയ്യാറെടുത്തു. ആ ഇടുങ്ങിയ തുരങ്കത്തിൽ കരിങ്കൽ ഭിത്തികൾക്കിടയിൽ എനിക്കും ആ കൊലയാളി നരഭോജിക്കുമിടയിൽ വെറും ഏതാനും അടികളുടെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കണ്ണുകളിലെ കൊടിയ പക എൻ്റെ ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ വ്യക്തമായി കണ്ടു. മുറിവേറ്റതിൻ്റെ വലിയ വേദനയിലും തന്നെ ഈ ഗതിയിലാക്കിയ മനുഷ്യനോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിലുമായിരുന്നു അവൻ. വലിയൊരു അലർച്ചയോടെ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു വലിയ തീവണ്ടി പാഞ്ഞു വരുന്നതുപോലെ അവൻ എൻ്റെ നേർക്ക് കുതിച്ചു ചാടി. വലിയ ഗുഹയിലായിരുന്നെങ്കിൽ അവൻ ഉയരത്തിൽ ചാറാമായിരുന്നു. എന്നാൽ ഈ ഇടുങ്ങിയ വഴിയിൽ അവന് നേരെ മുന്നോട്ട് കുതിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ആ ഒരൊറ്റ നിമിഷം
എൻ്റെ തോക്കിലെ അവസാനത്തെ ആ ഈയ വെടിയുണ്ട. പിഴച്ചാൽ പിന്നെ എനിക്ക് രണ്ടാമതൊരവസരം ലഭിക്കില്ല. ആ ഭീമാകാരനായ മൃഗത്തിൻ്റെ വലിയ പല്ലുകൾ എൻ്റെ മുഖത്തേക്ക് പാഞ്ഞെടുക്കുന്ന ആ സെക്കൻഡിൽ ഞാൻ എൻ്റെ തോക്കിൻ്റെ കുഴൽ അവൻ്റെ തുറന്ന വായിലേക്ക് കൃത്യമായി ലക്ഷ്യം വെച്ച് ആ അവസാനത്തെ കാഞ്ചി വലിച്ചു. വീണ്ടും ആ വലിയ ഖനിയെ വിറപ്പിച്ചുകൊണ്ട് ഒരു വലിയ വെടിയൊച്ച. തോക്കിൻ്റെ ബാരലിൽ നിന്നും പാറിയ വലിയ തീപ്പൊരിയിൽ അവൻ്റെ ഭയാനകമായ മുഖം ഒന്ന് തിളങ്ങി. എൻ്റെ ലക്ഷ്യം തെറ്റിയില്ല. ആ വലിയ വെടിയുണ്ട അവൻ്റെ വായിലൂടെ തുളച്ചുകയറി മസ്തിഷ്കം പൂർണ്ണമായും തകർത്തിരുന്നു. എന്നാൽ മരണത്തിലും ആ വലിയ ശരീരത്തിൻ്റെ കുതിപ്പിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. ജീവൻ നഷ്ടപ്പെട്ട ആ വലിയ 800 പൗണ്ട് ഭാരം വലിയൊരു പാറക്കല്ല് പോലെ എൻ്റെ ശരീരത്തിലേക്ക് അതിശക്തമായി വന്നിടിച്ചു. ആ വലിയ ആഘാതത്തിൽ ഞാൻ പുറകോട്ട് തെറിച്ചുപോയി ഭിത്തിയിൽ അതിശക്തമായി ഇടിച്ച് തറയിലേക്ക് വീണു. എൻ്റെ മുകളിലായി ആ ഭീമാകാരനായ മൃഗത്തിൻ്റെ നിർജീവമായ ശരീരവും വലിയ ശബ്ദത്തോടെ പതിച്ചു. കൽക്കരിപ്പൊടിയും കടുവയുടെ ചൂടുള്ള ചോരയും എൻ്റെ മുഖത്തേക്ക് ഒഴുകിയിറങ്ങി. ആ ഭീമൻ ശരീരത്തിൻ്റെ ഭാരം എൻ്റെ നെഞ്ചെല്ലുകളെ തകർക്കുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ശ്വാസമെടുക്കാൻ കഴിയാതെ ആ കനത്ത ഇരുട്ടിൽ ആ വലിയ മൃഗത്തിനടിയിൽ കിടന്ന് ഞാൻ അവസാനമായി ഒന്ന് പിടഞ്ഞു. എന്നാൽ ആ ശരീരത്തിന് യാതൊരു അനക്കവുമില്ലായിരുന്നു. അവൻ്റെ ജീവൻ ആ ഖനിയുടെ അന്ധകാരത്തിൽ എന്നേക്കുമായി ഒടുങ്ങിയിരിക്കുന്നു. ധൻബാദിലെ പാവപ്പെട്ട തൊഴിലാളികളെ കൊന്നൊടുക്കിയ ആ കൊലയാളിയുടെ അന്ത്യം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു. എൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ വലിയ ശരീരത്തിനടിയിൽ നിന്നും ഞാൻ വളരെ പതുക്കെ പുറത്തേക്ക് നിരങ്ങിയിറങ്ങി. എൻ്റെ ശരീരം ആകെ വേദനിക്കുന്നുണ്ടായിരുന്നു. തറയിൽ വീണ് കിടന്ന എൻ്റെ ടോർച്ച് എടുത്ത് ഞാൻ ആ നരഭോജിയുടെ മുഖത്തേക്ക് അടിച്ചു നോക്കി. ആ വലിയ കണ്ണുകൾ തുറച്ചു നിൽപ്പുണ്ടായിരുന്നു. ശാന്തമായ മറ്റൊരു മരണമുറക്കം. ആ ഇടുങ്ങിയ തുരങ്കത്തിൽ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പൂർണ്ണമായും ആശ്വസിക്കാൻ സമയമായിരുന്നില്ല. കടുവ ചത്തെങ്കിലും ഞാൻ ആ വലിയ കൽക്കരി ഖനിക്കുള്ളിൽ പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുകയാണ്. പുറത്തേക്കുള്ള പ്രധാന വഴി വലിയ പാറകൾ വീണ് അടഞ്ഞിരിക്കുന്നു. ഞാൻ ചുറ്റും വെടിച്ചുമടിച്ചു നോക്കി. കടുവ നിന്നിരുന്ന ആ ചെറിയ അറയിലേക്ക് ഞാൻ പതുക്കെ നടന്നു. പെട്ടെന്ന് എൻ്റെ വിയർത്ത ശരീരത്തിലേക്ക് നല്ല തണുത്ത ഒരു കാറ്റ് വീശുന്നതുപോലെ എനിക്ക് തോന്നി. വായുസഞ്ചാരമില്ലാത്ത ആ ഭൂഗർഭ ഗുഹയിൽ എവിടെ നിന്നാണ് കാറ്റ്? ഞാൻ വെളിച്ചം കാറ്റ് വരുന്ന ഭാഗത്തേക്ക് അടിച്ചു. അവിടെ ഗുഹയുടെ മുകൾ ഭാഗത്തായി പുറത്തേക്ക് തുറക്കുന്ന കുത്തനെയുള്ള ഒരു ചെറിയ ദ്വാരം എനിക്ക് കാണാമായിരുന്നു. പഴയ ഖനിത്തൊഴിലാളികൾ വായുസഞ്ചാരത്തിനായി ഉണ്ടാക്കിയ ഒരു വെന്റിലേഷൻ തുരങ്കം. അതിലൂടെ പുറത്തെ ആകാശത്തിൻ്റെ നേരിയ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. നരഭോജിയായ ആ കടുവ ഈ ഖനിക്കുള്ളിലേക്ക് വരാനും പോകാനും ഉപയോഗിച്ചിരുന്ന രഹസ്യവഴി അതായിരുന്നു. ആ നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇരുളിലെ ആ വലിയ പോരാട്ടത്തിൽ നിന്നും ജീവനോടെ പുറത്തു കടക്കാൻ കാട് എനിക്കായി തുറന്നിട്ട ആ വലിയ വാതിൽ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. ആ പഴയ വെന്റിലേഷൻ തുരങ്കത്തിലൂടെ താഴേക്ക് വരുന്ന നേർത്ത സൂര്യപ്രകാശം ആ കനത്ത ഇരുട്ടിൽ എനിക്കൊരു വലിയ അനുഗ്രഹമായി തോന്നി. ഭൂമിക്കടിയിലെ ആ നരകത്തിൽ നിന്നും പുറത്തേക്ക് പ്രകൃതി തന്നെ എനിക്കായി തുറന്നിട്ട വാതിൽ. എൻ്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. കടുവയുടെ ഭീമമായ ശരീരത്തിനടിയിൽപ്പെട്ടപ്പോൾ എൻ്റെ നെഞ്ചെല്ലുകൾക്ക് നല്ല ക്ഷതമേറ്റിട്ടുണ്ട്. എങ്കിലും ജീവൻ തിരികെ കിട്ടിയതിൻ്റെ വലിയൊരു ആശ്വാസത്തിൽ എൻ്റെ ഡബിൾ ബാരൽ തോക്ക് തോളിലേക്ക് ഭദ്രമായി മാറ്റിയിട്ട് ഞാൻ ആ കുത്തനെയുള്ള തുരങ്കത്തിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പഴയ ഖനിത്തൊഴിലാളികൾ വായുസഞ്ചാരത്തിനായി ഉണ്ടാക്കിയ ആ ദ്വാരത്തിൻ്റെ ഭിത്തികൾ വളരെ പരുക്കനായിരുന്നു. അവിടെ കടുവയുടെ വലിയ നഖങ്ങൾ ആഴ്ന്നുറങ്ങിയതിൻ്റെ പാടുകൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഇരയെ കൊന്നതിന് ശേഷം ഈ കുത്തനെയുള്ള തുരങ്കത്തിലൂടെയാണ് ആ ഭീകരൻ വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് പോയിരുന്നത്. കൽക്കരിയും മണ്ണും കലർന്ന ആ ഭിത്തികളിലെ ചെറിയ പഴുതുകളിൽ കാൽവെച്ച് എൻ്റെ ശരീരത്തിലെ അവശേഷിക്കുന്ന അവസാനത്തെ ഊർജവും സംഭരിച്ച് ഞാൻ പതുക്കെ മുകളിലേക്ക് കയറി. ഓരോ അടി മുകളിലേക്ക് പോകുമ്പോഴും ശുദ്ധവായുവിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. ഏകദേശം 20 അടിക്ക് മുകളിൽ കയറിയപ്പോൾ ഞാൻ ഭൂമിക്ക് മുകളിലെത്തി. വലിയ കാട്ടുചെടികൾക്കിടയിലുള്ള ഒരു വലിയ പാറക്കെട്ടിന് പിന്നിലായിരുന്നു ആ രഹസ്യവഴി അവസാനിച്ചിരുന്നത്. പൊള്ളുന്ന ഉച്ചവെയിൽ എൻ്റെ മുഖത്തേക്കടിച്ചപ്പോൾ ആ പ്രകാശം താങ്ങാനാവാതെ ഞാൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കിയടച്ചു.
മണിക്കൂറുകൾ നീണ്ട ആ കനത്ത അന്ധകാരത്തിന് ശേഷം പുറത്തെ വെളിച്ചം എന്നെ അന്ധനാക്കുന്നതുപോലെ തോന്നി. ഞാൻ പതുക്കെ ആ പാറക്കെട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഖനിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ചെറിയ കുന്നിൻ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. താഴെ ദൂരെയായി 4-ാം നമ്പർ തുരങ്കത്തിന്റെ കവാടവും അവിടെ കൂടി നിൽക്കുന്ന ആളുകളെയും എനിക്ക് കാണാമായിരുന്നു. ഞാൻ വളരെ പതുക്കെ മലയിറങ്ങി താഴേക്ക് നടന്നു. 4-ാം നമ്പർ തുരങ്കത്തിന് പുറത്ത് വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ഖനിയുടെ മാനേജർ മിസ്റ്റർ വിൽസണും നൂറുകണക്കിന് തൊഴിലാളികളും വളരെ സങ്കടത്തോടെ ആ തുരങ്കത്തിന്റെ കവാടത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഉള്ളിൽ നടന്ന വലിയ വെടിയൊച്ചകളും കരിങ്കൽ പാളികൾ ഇടിഞ്ഞു വീഴുന്ന ഭയാനകമായ ശബ്ദവും അവർ പുറത്തു കേട്ടിരുന്നു. എൻ്റെ ജീവൻ ആ ഖനിക്കുള്ളിൽ എന്നേക്കുമായി അവസാനിച്ചുവെന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ബിഷ്ണുവിൻ്റെ ഭാര്യയും മറ്റു ചില സ്ത്രീകളും അവിടെയിരുന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കുന്നിറങ്ങി വരുന്ന എന്നെ അവരുടെ കൂട്ടത്തിലെ ഒരു പയ്യൻ കണ്ടു. അവൻ ഉറക്കെ എന്തോ വിളിച്ചു പറഞ്ഞതും എല്ലാവരും എൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടതും മിസ്റ്റർ വിൽസന്റെ വായിലിരുന്ന സിഗരറ്റ് താഴേക്ക് വീണു. അയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൽക്കരിപ്പൊടിയും കടുവയുടെ ചോരയും പുരണ്ട് വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് ഒരു പ്രേതത്തെപ്പോലെ നടന്നുവരുന്ന എന്നെ കണ്ട് പല ഗ്രാമീണരും ഭയന്ന് പുറകോട്ട് മാറി. വിൽസൺ ഓടിവന്ന് എന്നെ ചേർത്തു പിടിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആർതർ, നിങ്ങൾ ജീവനോടെയുണ്ട്. ദൈവത്തിന് നന്ദി. എന്താണ് അവിടെ സംഭവിച്ചത്? അയാൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊരു വലിയ ദീർഘനിശ്വാസം എടുത്ത് അയാളുടെ തോളിൽ തട്ടി പറഞ്ഞു, എല്ലാം കഴിഞ്ഞു വിൽസൺ. ഈ ഖനിയെ വിറപ്പിച്ച ആ നരഭോജി ഇനി ഒരിക്കലും പുറത്തു വരില്ല. അവൻ ആ 4-ാം നമ്പർ തുരങ്കത്തിൻ്റെ ഏറ്റവും ഉള്ളിലെ ഇരുട്ടിൽ ജീവനില്ലാതെ കിടപ്പുണ്ട്. ആ വാക്കുകൾ കേട്ടതും ആ വലിയ ജനക്കൂട്ടത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ വലിയൊരു ഇരമ്പലുയർന്നു. പലരും എൻ്റെ കാലുകളിൽ വീഴാൻ ശ്രമിച്ചു. ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഞാനൊരു മനുഷ്യൻ എന്നതിലുപരി വലിയൊരു രക്ഷകനായി മാറുകയായിരുന്നു. അവരുടെ കണ്ണുകളിലെ ആ വലിയ ആശ്വാസമാണ് ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരം. അന്ന് വൈകുന്നേരം തന്നെ ധൈര്യം വീണ്ടെടുത്ത കുറച്ച് തൊഴിലാളികൾ വലിയ തീപ്പന്തകളുമായി ആ രഹസ്യ വെന്റിലേഷൻ തുരങ്കത്തിലൂടെ താഴേക്കിറങ്ങി. വലിയ കയറുകൾ കെട്ടി ആ ഭീമാകാരനായ നരഭോജിയുടെ മൃതദേഹം അവർ പുറത്തേക്ക് വലിച്ചെടുത്തു. പുറത്തെ വെളിച്ചത്തിൽ ആ കൊലയാളിയെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. അവന് നല്ല പ്രായമുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ വലത്തെ മുൻകാലിലെ വിരലറ്റുപോയ ഭാഗത്ത് വലിയൊരു പഴുപ്പ് ബാധിച്ചിരുന്നു. ഈ ഖനിയിലെ ഏതെങ്കിലും ഇരുമ്പ് യന്ത്രങ്ങളിൽ കുടുങ്ങിയാകാം ആ വലിയ മൃഗത്തിന് ആ മുറിവ് പറ്റിയത്. ആ കൊടിയ വേദനയിൽ വേട്ടയാടാൻ കഴിയാതെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവൻ പാവപ്പെട്ട ഖനിത്തൊഴിലാളികളെ തൻ്റെ ഇരയാക്കി മാറ്റിയത്. മനുഷ്യൻ്റെ വ്യവസായവൽക്കരണവും യന്ത്രങ്ങളും എങ്ങനെയാണ് കാടിൻ്റെ മക്കളെ കൊലയാളികളാക്കി മാറ്റുന്നത് എന്ന വലിയ സത്യം അവിടെ എൻ്റെ കൺമുന്നിൽ തെളിയുകയായിരുന്നു. ആ ഖനിയിൽ പിന്നീട് വലിയ ആഘോഷങ്ങളായിരുന്നു. വിൽസൺ എനിക്ക് വലിയൊരു തുക പ്രതിഫലമായി നൽകാൻ ശ്രമിച്ചെങ്കിലും ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു. എൻ്റെ ദൗത്യം പണം സമ്പാദിക്കുക എന്നതായിരുന്നില്ല. മനുഷ്യനും കാടും തമ്മിലുള്ള ആ നേർത്ത അതിർവരമ്പ് സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ധൻബാദിൽ നിന്നും എൻ്റെ നാട്ടിലേക്ക് മടക്കവണ്ടി കയറി. ട്രെയിനിൻ്റെ ജനാലയിലൂടെ ആ വലിയ കൽക്കരി ഖനികൾ പിന്നിലേക്ക് മറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഭയാനകമായ ഇരുട്ടും ആ വലിയ നരഭോജിയുടെ തിളങ്ങുന്ന കണ്ണുകളും വീണ്ടും മിന്നിമറഞ്ഞു. കാടെപ്പോഴും അതിൻ്റെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കും. നമ്മൾ മനുഷ്യർ ആ രഹസ്യങ്ങൾക്ക് മുന്നിൽ വെറും കാഴ്ചക്കാർ മാത്രമാണ്. SVTVയുടെ ഈ ഭയാനകമായ വേട്ടക്കഥ കേട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ അനുഭവം ഇഷ്ടമായെന്ന് കരുതുന്നു. മൃഗങ്ങൾ അകാരണമായി ആരെയും ഉപദ്രവിക്കാറില്ല. അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നുകയറുമ്പോഴാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഗംഭീരമായ മലയാളം കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കഥയെക്കുറിച്ചുള്ള ചിന്തകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പ്രകൃതിയുടെ മറ്റൊരു വലിയ നിഗൂഢതയുമായി, മറ്റൊരു വേട്ടക്കഥയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.